വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന എൻസൈംസ് ആണ്. എൻസൈംസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് കുറച്ച് അധികം പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് യൂറോക്കിനേസ്. പേര് പറയുന്ന പോലെ തന്നെ യൂറോക്കിനേസ്, നമുക്ക് യൂറിൻ ഉണ്ടാക്കട്ടോ. സോ യൂറോക്കിനേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീസ് എൻസൈം ആണ്. ഹ്യൂമൻ യൂറിൽ നിന്ന് കിഡ്നി സെൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ DNA റീകോംബിനന്റ് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. ഈ കോളെ ബാക്ടീരിയ മോഡിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂറോക്കിനേസ് കിട്ടും. സോ യൂറോക്കിനേസ് ഒരു പ്രോട്ടീസ് എൻസൈം ആണ്. ഹ്യൂമൻ യൂറിൻ കിഡ്നി സെൽസിൽ നിന്ന് കിട്ടാറുണ്ട്. DNA ടെക്നോളജി വഴി മോഡിഫൈ ചെയ്ത് ഈ കോളെ വഴിയും കിട്ടും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. അതിന്റെ പേരാണ് പ്രോ യൂറോക്കിനേസ്. എന്താണ് പ്രോ യൂറോക്കിനേസ് ആണ്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും, അതിന്റെ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും ബൈ പ്ലാസ്മിൻ ഓർ കൽക്കരിൻ. പ്ലാസ്മിനോ അല്ലെങ്കിൽ കൽക്കരും വെച്ചിട്ട് പ്രോ യൂറോക്കിനേസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് ഫോമിലേക്ക് യൂറോക്കിനേസ് ഇട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടാവുക. സോ പിന്നെ ഫർദർലി പ്യൂരിഫിക്കേഷൻ, അത് അഡ്സോർപ്ഷൻ, പ്രസിപ്പിറ്റേഷൻ, ക്രോമാറ്റോഗ്രഫി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്യുവർ യൂറോക്കിനേസ് എടുക്കുകയാണ് ചെയ്യുക. ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ യൂറോക്കിനേസിൽ സിംഗിൾ ആൻഡ് ഡബിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോമിൽ കാണാറുണ്ട്. യൂറോക്കിനേസ് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ചെയിനിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. ഷോർട്ട് ഹാഫ് ലൈഫ് 10 to 16 മിനിറ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് പ്ലാസ്മയിൽ ഡ്രഗ് അവൈലബിൾ ആവുന്നത് വളരെ ഷോർട്ട് ടൈമിലായിരിക്കും. 10 to 16 മിനിറ്റ്സിൽ തന്നെ പകുതിയും എലിമിനേറ്റ് ആയി എക്സ്ക്രീറ്റ് ആയി പോകും എന്നുള്ളതാണ്. യൂസ് പറയുവാണെങ്കിൽ നമ്മൾ എംബോളിസം ഇല്ല, പൾമണറി എംബോളിസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ യൂറോക്കിനേസ്. യൂറിൻ, കിഡ്നി സെൽസ് ആൻഡ് DNA റീകോംബിനന്റ് ടെക്നോളജി ബൈ മോഡിഫൈഡ് ഈ കോളെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ആക്റ്റീവ് ഫോം കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ബൈ യൂസിങ് പ്ലാസ്മിൻ ആൻഡ് കൽക്കൻ. അത് മാത്രം ആലോചിച്ചാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് പെപ്സിൻ ആണ്. സോ പെപ്സിൻ നമ്മൾ ഈ ഒരു ആനിമൽസ് ഇല്ലേ, ആനിമൽസിന്റെ ഒക്കെ സ്റ്റൊമക്കിൽ നിന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. സോ പെപ്റ്റിൻ ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ നിന്നാണ്. ആനിമൽ സ്റ്റൊമക്ക് പെർട്ടിക്കുലർലി പിഗിൽ നിന്നാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ആസിഡിക് വാട്ടറിൽ അല്ലെങ്കിൽ ആസിഡിക് വാട്ടറിൽ ഓട്ടോലൈസിസ് ചെയ്തതിന് ശേഷം പിന്നെ ഫിൽട്ടർ ചെയ്ത് പിന്നെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എപ്പോഴും ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഒന്നും കൂടെ പറയാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് കാര്യം ആലോചിക്കേണ്ടത് പെപ്സിൻ എന്നാണ്, ഒരു മ്യൂക്കോസിൽ ഡെറിവേറ്റീവ് ആണ്. പെർട്ടിക്കുലർലി പിഗ് ആണ് അല്ലെങ്കിൽ ആനിമൽ സ്റ്റൊമക്ക് ആണ് എന്നുള്ളത് ആലോചിക്കുക. പിഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുക എന്നുള്ളത് ആലോചിക്കുക. പിന്നെ ഫിൽട്രേഷൻ, പ്രസിപ്പിറ്റേഷൻ പ്രോസസ് നമ്മൾ ചെയ്യാറുണ്ട്. സോ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ പെയിൽ യെല്ലോ ആണ്, ട്രാൻസ്ലൂസൻ ഗ്രീൻ ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. പെപ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം 40 ഡിഗ്രി സെൽഷ്യസിൽ ആക്റ്റീവ് ആകും. pH 2 to 4 ആണെങ്കിൽ. എബോ pH 6 ആണെങ്കിൽ എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആവും, നശിച്ചു പോകും, ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം മെംബ്രെയിൻ ഓഫ് ദി ആനിമൽ സ്റ്റൊമക്. സോ 40 ഡിഗ്രി 2 to 4 pH. യൂസ് പറയുവാണെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ ഡെഫിഷ്യൻസി, നമ്മൾ പ്രോപ്പർ ഗ്യാസ്ട്രിക് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഉണ്ടാവുന്നില്ല, ഡെഫിക്കേറ്റ് ആവുകയാണ് എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെപ്സിൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ലബോറട്ടറിയിൽ പ്രോട്ടീൻ്റെ അനാലിസിസിനും ചീസിൻ്റെയും അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ആണ്, ഒന്നുമില്ല. അപ്പോൾ ഓരോ ഡ്രഗ് പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് പപ്പൈൻ ആണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ പപ്പൈൻ നമ്മൾ എടുക്കുന്നത് കറയിൽ നിന്നാണ്. ഇപ്പോൾ പപ്പൈൻ എന്ന് പറയുമ്പോൾ പപ്പായ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുക, എന്താണ് കർമൂസ എന്ന് പറയും, പിന്നെ ഒതളങ്ങിയോ അങ്ങനെ എന്തൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കി വെക്കുക. അതിൻ്റെ ലാറ്റക്സ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കറയിൽ ഉണ്ടാക്കുക. സോ ബേസിക്കലി ഫ്രൂട്ടും ലീവ്സും ആകാം. സോ കറിക്ക പപ്പായ എന്നാണ് നമ്മൾ സയൻറ്റിഫിക്കലി പറയുക. ഫാമിലി കറിക്കേസിയാണ് കേട്ടോ, ഫാമിലി കറിക്കേസിയാണ്. സോ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ ലാറ്റക്സ് നമ്മൾ ചെറിയ ഇൻസിഷൻ കൊടുത്തിട്ട് നമുക്ക് ലാറ്റക്സ് കറ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. കറ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് നമ്മൾ വെക്കുകയാണ് ചെയ്യുക. സോ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ മിക്കവാറും ഒരു വൈറ്റ് പൗഡർ പോലെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിന് പ്രോട്ടീനൊക്കെ 35 to 300 ടൈംസ് മോർ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി പ്രോട്ടലൈറ്റിക് എൻസൈം ഉണ്ട്, പപ്പൈൻ ഉണ്ട്, പപ്പായ പ്രോട്ടീനേസ് ഉണ്ട്, പിന്നെ കൈമോ പപ്പൈൻ ഉണ്ട്. സോ ഇതെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള അമിനോ ആസിഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലെറ്റക്സാണ് കളക്ട് ചെയ്യുക, കറയാണ് കളക്ട് ചെയ്യുക, വൈറ്റ് കളറാണ്. ആൻഡ് അത് മാത്രമല്ല പ്രോട്ടലൈറ്റിക് എൻസൈം ഉണ്ട്, പപ്പൈൻ, പപ്പായ പ്രോട്ടീനേസ് ഉണ്ട്, കൈമോ പപ്പൈൻ ഉണ്ട്, കോംപ്ലക്സ് അമിനോ ആസിഡ് സ്ട്രക്ചർ ആണ്, മറന്നു പോകരുത്. സോ കറിക്ക പപ്പായ ആണ്, മറന്നു പോകരുത്. സോ പപ്പൈൻ്റെ ആപ്ലിക്കേഷൻ ആണ്, മെഡിസിൻ യൂസ് ഉണ്ട് കേട്ടോ. ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താണ് ഇൻഫെക്റ്റഡ് വൂണ്ടിലൊക്കെ അല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് ഉപയോഗിക്കാറുണ്ട്. ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ചീസ് മാനുഫാക്ചറിങ് ഉപയോഗിക്കാറുണ്ട്. കോസ്മെറ്റിക്കലി ക്ലീനിങ് സൊല്യൂഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. പ്രിക്വേഷൻ ഉണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ചിലത് പപ്പൈൻ അലർജിക് ഏജന്റ് ആണ്.
സോ പവർഫുൾ പോയിസൺ ആണ്. അപ്പം IV ആയിട്ടൊക്കെ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ ഭയങ്കര പണി കിട്ടും, തട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യണം, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. സോ നിങ്ങൾ മെഡിസിൻ യൂസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എഴുതുക, അതിനുശേഷം ഫർദർലി എന്ത് ചെയ്യുക, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലാതെ നിൽക്കരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രോമിലിൻ, ദ പൈനാപ്പിൾ എൻസൈം ആണ്. സോ ബ്രോമിലിൻ ഒരു പ്രോട്ടലൈറ്റിക് എൻസൈം ആണ്. നമ്മൾ ജ്യൂസ് ഓഫ് അനസ് കോമസ് അല്ലെങ്കിൽ പൈനാപ്പിൾ നിന്ന് എടുക്കുന്ന സാധനമാണ്. ട്രോപ്പിക്കൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി എൻസൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. ആദ്യം എക്സാമ്പിൾസ് എഴുതിയിട്ട് ചോദിക്കുന്നത് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. പ്രോട്ടലൈറ്റിക് എൻസൈം ആണ് ആൻഡ് ഫ്രം ദി അനസ് കോമോസസ് ആണ്. എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ ഫ്രൂട്ടിൻ്റെയും സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. സോ നമ്മൾ അസറ്റോണോ അമോണിയം സൾഫേറ്റോ വെച്ചിട്ട് നമ്മൾ പ്രസിപ്പിറ്റേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഫ്രൂട്ടിലും ഉണ്ട് സ്റ്റെമ്മിലും ഉണ്ട്, നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്. സോ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ ഒപ്റ്റിമലി 5 to 8 pH ഭയങ്കര അടിപൊളിയായിരിക്കും. സോ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 50 to 60 ആണെങ്കിലും കറക്റ്റായിട്ട് പോകും. കമ്പോസിഷൻ പറയുവാണെങ്കിൽ മിക്സ്ചർ ഓഫ് സൾഫർ കണ്ടന്റ് പ്രോട്ടലൈറ്റിക് എൻസൈം ആൻഡ് അതർ കമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് പെറോക്സൈഡേസ് ആൻഡ് ആസിഡ് ഫോസ്ഫേറ്റ്. എന്തൊക്കെ ഉള്ളത്? പ്രോട്ടലൈറ്റിക് എൻസൈംസ് ഉണ്ട്, അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. പിന്നെ എന്താണ്? പെറോക്സിഡേസ് ഉണ്ട് ആൻഡ് ആസിഡ് ഫോസ്ഫേറ്റസ് ഉണ്ട്. സോ ഒന്നും കൂടെ പറയാം, ബ്രോമോലിൻ ആണ്, പ്രോട്ടലൈറ്റിക് എൻസൈം ആണ്. നമ്മൾ പൈനാപ്പിൾ എടുക്കുകയാണ് ചെയ്യേണ്ടാവുക. അതിൻ്റെ പൈനാപ്പിൾ ഫ്രൂട്ടിലും സ്റ്റെമ്മിലും ഉണ്ടായിരിക്കും. ആസിറ്റോൺ അല്ലെങ്കിൽ അമോണിയം സൾഫൈഡ് വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, അതിനകത്ത് സൾഫർ കണ്ടന്റ് പ്രോട്ടലൈറ്റിക് എൻസൈം ഉണ്ട്, അതുമാത്രമല്ല പെറോക്സിഡേസ് ഉണ്ട് ആൻഡ് ആസിഡ് ഫോസ്ഫേറ്റേസും ഉണ്ട് എന്നുള്ളതാണ്. സോ ബ്രോമലിന് തെറാപ്യൂട്ടിക് ആക്ഷൻ ഉണ്ട്. കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, ഹാർട്ടിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുണ്ട് പപ്പായ ഹാർട്ടിന് നല്ലതാണ്. സ്കീം അറ്റാക്ക് ഒക്കെ ഇല്ല, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അഞ്ചന പെക്ടോറസിന് ഉപയോഗിക്കാറുണ്ട്. MIക്ക് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഡൈജസ്റ്റ് എയ്ഡാണ്. ഇതിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പപ്പായ കഴിക്കണം. ഈ ബിരിയാണിയിലൊക്കെ ചില സമയത്ത് നിങ്ങൾ പപ്പായ അല്ല പൈനാപ്പിൾ ഇടുന്ന കാണാം. അതിന് മേജർ റീസൺ എന്താണ്? ഡൈജഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല ഈ പാങ്ക്രിയസ് ഇൻസഫിഷ്യൻസി ഉണ്ടാകും ചില സമയങ്ങളിൽ, അത് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ബോഡി ഹീലിംഗ് പ്രോസസ്സിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഡ്രഗ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടിഷ്യൂയിലൂടെയൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കാർഡിയോവാസ്കുലർ, ഡൈജസ്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഡ്രഗ് അബ്സോർപ്ഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെപ്റ്റോകിനേസ് ആണ്. സോ നമ്മുടെ സിലബസിൽ എൻസൈം ചിലതൊക്കെ ഭയങ്കര സ്പെസിഫൈഡ് ആദ്യം പറയുന്നുണ്ട്. മേ ബി ചോദിക്കാതെ ഇരിക്കാം. സോ പക്ഷേ പഠിച്ചേ പറ്റൂ. സോ സ്ട്രെപ്റ്റോകിനേസ് പറയുവാണെങ്കിൽ എന്താണ്? പ്യൂരിഫൈഡ് ബാക്ടീരിയൽ പ്രോട്ടീൻ ആണ്. എന്താണ്? പ്യൂരിഫൈഡ് ബാക്ടീരിയൽ പ്രോട്ടീൻ. മിക്കവാറും എൻസൈംസ് എല്ലാം പ്രോട്ടീൻ ആണ് കേട്ടോ. സോ പ്രൊഡ്യൂസ് ഫ്രം സ്ട്രെയിൻ ഓഫ് ഗ്രൂപ്പ് C ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഗ്രിസിയസ്. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്ട്രെപ്റ്റോകൈനസ് എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ഗ്രിയസ് എന്നെങ്കിലും പഠിക്കുക. സോ C ബീറ്റ ഹീമോലൈറ്റിക് എന്ന് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സ്ട്രെപ്റ്റോകോക്കസ് ഗ്രിയസ് എന്നെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. സോ പ്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ഫെർമെന്റേഷൻ പ്രോസസ്സാണ് നമുക്ക് നടത്തുക. ഫെർമെന്റേഷൻ കേട്ടോ, നമ്മൾ സ്ട്രെപ്റ്റോകോക്കൽ കൾച്ചർ വെച്ച് ഫെർമെന്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെപ്റ്റോകിനേസ് നമ്മൾ എടുക്കുന്നത്. സോ ഇത് നമ്മൾ ബാക്ടീരിയ ക്ലോട്ട് ഡിസോൾവർ എന്ന് പറയും. സോ സ്ട്രെപ്റ്റോകിനേസ് ബാക്ടീരിയ എന്ന് പറയുന്നത് 484 അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ട്. നമ്മൾ ഇത് സിറൈൻ പ്രോട്ടീസ് എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ മെക്കാനിസം പറയുവാണെങ്കിൽ പ്ലാസ്മിനോജനിലെ നമ്മുടെ പ്ലാസ്മിനോജനെ ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു ആക്റ്റീവ് എൻസൈം കോംപ്ലക്സ് ഫോം ചെയ്യുകയും അത് ഫിബ്രിനോലൈറ്റിക്, അതായത് എന്താണ്? ക്ലോട്ട് ഉണ്ടാവാൻ സമ്മതിക്കില്ല, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ സമ്മതിക്കില്ല. ഫിബ്രിനോലൈറ്റിക് അല്ലേ, അപ്പം ഫിബ്രിനെ എന്ത് ചെയ്യുന്നു? ലൈസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫിബ്രിനോലൈറ്റിക് എൻസൈം ഇൻ പ്ലാസ്മിൻ ആണ്. സോ ക്ലോട്ട് ഡിസോൾവർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? സ്ട്രെപ്റ്റോകിനേസ് പ്യൂരിഫൈഡ് ബാക്ടീരിയ പ്രോട്ടീൻ ആണ്. ബേസിക്കലി C ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോ കോക്കസ് ഗൈറീസ് ആണ്. സോ ആലോചിക്കേണ്ടത് ഫിബ്രിനോജൻ ആണ്, ആക്റ്റീവ് എൻസൈം കോംപ്ലക്സ് പ്രൊഡ്യൂസിങ് ആൻഡ് ഫിബ്രിനോലൈറ്റിക് എൻസൈം പ്ലാസ്മിൻ ആണ്, മറന്നു പോകരുത്. സോ സ്ട്രെപ്റ്റോകിനേസിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ നോക്കുക. 2-3 കൊടുത്തിട്ടുണ്ട്, നോക്കി നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ആണ് സെറാഷ്യോ പെപ്റ്റിഡൈസ് ആണ്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ സെറാഷ്യോ പെപ്റ്റിഡൈസ്. നമുക്ക് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു സാധനമാണ്. സോ സെറാഷ്യോ പെപ്റ്റിഡൈസ് ഇസ് എ പ്രോട്രോലൈറ്റിക് എൻസൈം ഐസൊലേറ്റ് ഫ്രം നോൺ പാത്തോജനിക് എൻറ്ററോ ബാക്ടീരിയോ സെറാട്ടിൻ E15. അപ്പം നോൺ പാത്തോജനിക് ആയി നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത എൻറ്ററോ ബാക്ടീരിയ സെറാറ്റിൻ E15 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
സെറേഷ്യോ പെപ്റ്റിഡേസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. സിൽക്ക് വോം സീക്രട്ട് എന്ന് പറയും കേട്ടോ. സോ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ ഓൾസോ പ്രൊഡ്യൂസ് ബൈ ലാർവൽ ഫോം ഓഫ് ദ സിൽക്ക് മോത്ത് ടു ബ്രേക്ക് ഡൗൺ കൊക്കൂൺ വാൾ. സോ ഈ കൊക്കൂൺ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ലാർവേനെ ഹെൽപ്പ് ചെയ്യുന്നതും എന്താണ് ഈ സെറാഷ്യോ പെപ്റ്റിഡേസ് ആണ് എന്നുള്ളതാണ്. സോ എൻസൈം ഈസ് പ്രൊഡ്യൂസ് ത്രൂ ഫെർമെന്റേഷൻ ടെക്നോളജി. സോ ഈ സെറാറ്റിൻ E15 എന്ന് പറയുന്നത് നമ്മൾ ഫെർമെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സെറാഷ്യോ പെപ്റ്റിഡേസ് ഉണ്ടാക്കുക. പിന്നെ അത് മാത്രമല്ല എക്സ്ട്രാക്ട് ഫ്രം സിൽക്ക് മോത്ത് ലാർവ. ഓൾറെഡി സിൽക്ക് മോത്ത് ലാർവ എടുക്കാം. ഇറ്റ്സ് വോൾനറബിൾ ടു സ്റ്റൊമക് ആസിഡ്. സോ സ്റ്റൊമക് ആസിഡായിട്ട് കോൺടാക്ട് നശിച്ചു പോകും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എൻട്രി കോട്ടിംഗ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓർലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപ്സൂൾ ആക്കുക, ടാബ്ലറ്റ് ആക്കരുത്. ടാബ്ലറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റൊമക് ആസിഡുമായിട്ട് വന്ന് കോൺടാക്ട് വന്നിട്ട് നശിച്ചു പോകും. ആക്ടിവിറ്റി പറയുവാണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് സെറാഷ്യോ പെപ്റ്റിഡേസ് ഹൈഡ്രോളൈസ് casein to produce color equivalent to 1.0 mmol of tyrosine per minute at pH 7.5 and 35 degree Celsius. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് pH 7.5ഉം 35 ഡിഗ്രി സെൽഷ്യസിലും ഒപ്റ്റിമൽ ആക്ടിവിറ്റി കിട്ടും. സോ സെറാഷ്യോ പെപ്റ്റിഡേസ് എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളൈസസ് കസീനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കളർ ഈക്വലൻ ടു 1.0 mmol ഓഫ് ടൈറോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം കസീനെ എന്തിനു ടൈറോസിൻ ആക്കുന്നു ബൈ ഹൈഡ്രോളൈസിങ് സെറാഷ്യോ പെപ്റ്റിഡേസ്. ഓക്കെ അല്ലേ? സോ സെറാഷ്യോ പെപ്റ്റിഡേസ് ഇന്ന് ഹൈഡ്രോളൈസ് ചെയ്യുന്നു, കസീനെ എന്ത് ചെയ്യുന്നു? കസീനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്തിനു ടൈറോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ തെറാപ്പറ്റിക് യൂസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇൻഫ്ലമേഷൻ, എഡിമ, സ്വെല്ലിംഗ് കുറയ്ക്കും. റെസ്പിറേറ്ററി എയ്ഡ് ആണ് കേട്ടോ. സ്പൂട്ടോ ഒക്കെ നമുക്ക് ലിക്വിഫൈ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. വൂണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യും. പിന്നെ ആർത്രൈറ്റിസിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ NSAIDയുടെ കൂടെയൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് ഗുഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. സോ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, അധികമൊന്നുമില്ല, എല്ലാം സിമ്പിളാണ്. ആ ഒരു എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഒരു ചോദ്യം അവിടെ നിന്ന് ഉറപ്പിക്കാം കേട്ടോ. സോ നമുക്കൊരു ചോദ്യം എങ്ങനെയും ഒരു പപ്പയും ഒക്കെയാണ് മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ്. നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.